ഹായ്, വെൽക്കം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയുന്നത് ചില സാഹചര്യങ്ങളിൽ ലൈംഗിക തൊഴിലാളിയാണ്. സാഹചര്യം അല്ലാതെ യൂട്യൂബിലൊക്കെ കണ്ട് അത് പോണ സാഹചര്യമല്ല. അത് അഹങ്കാരം. കെട്ടിയവന്റെ വാക്ക് വിശ്വസിക്കാത്തവന്മാരാണ്. അത് അഹങ്കാരം. അതിനെപ്പറ്റി ദുഃഖിച്ചിട്ട് കാര്യമില്ല, അത് പോവും. അവർക്ക് മരിക്കാൻ സമയമാകുമ്പോഴാണ്, അതായത് കുറുക്കൻ്റെ അവസാനം അടുക്കുമ്പോഴാണ് പുലിയുടെ അടുത്തെത്തുന്നത്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? കുറുക്കൻ്റെ അവസാനം ആവുമ്പോഴാണ് പുലിയുടെ അടുത്തെത്തുന്നത്. അപ്പം പിടിച്ച് പുലി സാപ്പിടും എന്ന് പറഞ്ഞ പോലെയാണ് ഈ പെണ്ണുങ്ങളെ അവസാനം അടുക്കുമ്പോഴാണ് കാമുകന്മാർ പട്ടുപെടുന്നത്. പെണ്ണുങ്ങളെ അതാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെടും. കാരണം ഈ മൊബൈൽ അങ്ങനെയാണ്. അങ്ങനെ അതാ പോലെയല്ല നമ്മൾ ഈ കഷ്ടപ്പെടുന്ന പെണ്ണുങ്ങൾ. അന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ബോംബെയിലെ എന്നാ കഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അവർക്ക് ഒന്ന് ഉറങ്ങാൻ വരെ സമയം ഉണ്ടാവില്ല. പകൽ ആൾക്കാരുണ്ട്, രാത്രി നൈറ്റ് ഡ്യൂട്ടിക്ക് ഒരാളുണ്ട്, നൈറ്റ് കിടക്കാൻ വരെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു രഹസ്യം പറഞ്ഞുതരാം. ഞാൻ അന്ന് പറഞ്ഞില്ലേ, ഞാൻ ആ മറ്റേ വീഡിയോ പറഞ്ഞില്ലേ, ഞാനിതേപോലെ ഈ ഇതിൻ്റെ താഴെ ജോലിക്കുണ്ടെന്ന് പറഞ്ഞില്ലേ. എനിക്കന്ന് അവർ അന്ന് ടിപ്പായിട്ട് 20 വീശൊക്കെ തരും. അത് 20 വീശൊക്കെ എന്താണ്, എനിക്ക് ആ പടം ഉള്ളത് വെച്ചാൽ 50 വീശൊക്കെ ഉള്ളൂ ശമ്പളം. 20 വീശ 30 വീശ ഓരോ പെണ്ണുങ്ങൾ 20 വീശൊക്കെ ടിപ്പ് തരുമായിരുന്നു. പാവങ്ങൾ. നിങ്ങൾ എൻ്റെ അനിയനാന്ന് പറഞ്ഞിട്ട് അവർ എന്നെയൊക്കെ ഉപദേശിക്കില്ല. ഞങ്ങളെപ്പോലുള്ള ദേഷ്യം പറയുന്നില്ല, ഞങ്ങളെപ്പോലെ ലൈംഗിക തൊഴിലാളികൾ അത്ര നിങ്ങൾ ചെല്ലരുത്. കാരണം ഒരാൾ വന്നിട്ട് അവിടെ ഇവിടെ ചുംബിച്ച് അവരുടെ തുപ്പലുണ്ടാവും. അത് ഞങ്ങൾക്ക് കഴുകിക്കളയാൻ സമയം ഉണ്ടാവില്ല. ഈ തുപ്പൽ തന്നെ വേറൊരുത്തം വന്നിട്ട് അവിടെ ചുംബിച്ചിട്ട് ആ തുപ്പൽ തന്നെ അവൻ കുടിച്ചോണ്ട് പോവാണ്. വേറൊരുത്തം വരും, ഈ തുപ്പൽ തന്നെ അവിടെ ഉണ്ടാവും. പിന്നെ വേറൊരുത്തം വരും, ആ തുപ്പൽ തന്നെ അവിടെ ഉണ്ടാവും. അങ്ങനെ മാറി 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 ഇവർക്ക് പല പല അസുഖങ്ങളാണ്. ഒരസുഖമല്ല, പല പല അസുഖങ്ങളുണ്ടാവും. പല പല അസുഖങ്ങളുണ്ടാവും. അതുകൊണ്ട് അവരെന്നെ എന്നെ ഉപദേശിക്കും, നീ എൻ്റെ അനിയനെ പോലെയാണ്. എന്നാലും അവിടെ ഇവിടെ ഒക്കെ കാണിച്ചു തരും. കണ്ടോ ഓരോരുത്തർ കഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് സങ്കടം തോന്നും. ചുവപ്പ് കളറായിരിക്കും അവയവങ്ങളൊക്കെ, മസിലൊക്കെ ചുവപ്പ് കളറായിരിക്കും. കാരണം വരുന്നവന്മാർ അവരുടെ പൈസ മുതലാക്കാൻ നോക്കുന്നത്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? കരഞ്ഞു പോകും. അപ്പം ഇവർക്ക് ചില സുന്ദരിയായ പെണ്ണുങ്ങൾക്കൊക്കെ 10-20 പേര് ഒരു ദിവസം ഉണ്ടാവും. പകല് രാത്രി ഒരുത്തനുണ്ടാവും. അപ്പം ഇവർക്ക് ഇത് കഴിഞ്ഞിട്ട് ഇവർക്ക് വാഷ് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. അത് തന്നെ വേറൊരുത്തന്നെ വന്നിട്ട് അവിടെ വന്ന് ആ പാത്രത്തിൽ തന്നെ വേറെ ആൾക്കാർ കഴിച്ചിട്ട് പോകും. അത് എച്ചിലാന്ന് നോക്കൂല. അടുത്തവൻ്റെ എച്ചിൽ ഇങ്ങനെ. കാരണം അന്നൊരു 3-4 ലക്ഷം ആൾക്കാർ തന്നെ ഡെയിലി ഈ വ്യഭിചാരത്തിന് പോകുന്നുണ്ട്. 5 ലക്ഷം ആൾക്കാർ വരെ ഒരു ദിവസം വ്യഭിചരിക്കുന്നുണ്ട് കണക്കൂട്ടൽ. മുംബൈയിൽ ഭീവണ്ടി ഭീവണ്ടി മറ്റു സ്ഥലങ്ങളൊക്കെ വേറെ. ബോംബെയിൽ 5 ലക്ഷത്തിൻ്റെ ആൾക്കാർ വരെ അടുത്ത് വരെ വ്യഭിചരിക്കുന്നുണ്ട്. ഇതിൽ കൂടുതലും വയസ്സന്മാരാണ്, പ്രായം കൂടിയ ആൾക്കാരാണ്. ചെറുപ്പക്കാർ കുറവാണ്. കാരണം അന്യ നാട്ടിൽ കല്യാണം കഴിച്ചിട്ടിട്ട് ഇവിടെ വരും, ഇവിടെ ഒന്ന് ഇതിന് പോകും. കാരണം മനസ്സിലാവുന്നുണ്ടോ? കാരണം
ഈ അങ്ങനെയുള്ള അതേപോലെ ഭാര്യ മരിച്ചവന്മാർ പോവും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയുള്ള ആൾക്കാരെ ഇതിലൊക്കെ കൂടുതൽ പോകണത്. ഇതിനൊക്കെ എങ്ങനെയെങ്കിലും പൈസ അവരുണ്ടാക്കും. ഈ ലൈംഗികത്തിന് വേണ്ടിയിട്ട് പൈസ അവരുണ്ടാക്കും. അപ്പം ഇവർക്ക് രാത്രിയാവുമ്പോൾ ഉറക്കക്കുളിയെ വേണം. ഉറക്കക്കുളി എന്തിനാട്ടെ? ഈ പോകുന്നതിനെ ഉറക്കി കിടത്താനാ. നൈറ്റ് പോകുന്നതിനെ ഉറക്കാൻ വേണ്ടിയിട്ടാണ്. അവനൊരു ഉറക്കക്കുളിയെ കൊടുക്കും. അന്ന് ഇങ്ങനെയല്ല, ഉറക്കക്കുളിയ സുലഭമായിട്ട് കിട്ടും. പിന്നെ അവിടെ മെഡിക്കൽ സ്റ്റോറുണ്ട്, അവിടെ പോയി ചോദിച്ചാൽ ഇതെന്നെ പെണ്ണുങ്ങൾക്കെന്ന് പറഞ്ഞാൽ അവർ കൊടുക്കും. അവർ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പിന്നെ അനാസിനും ഈ ഉറക്കക്കുളിയും നല്ല ചിലവാണ്. അനാസിൻ എന്ന് പറയും ഒരു പെണ്ണിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം 4-5 വേണം. ശരീരം വേദന. എത്ര പേര് വന്നിട്ട് കയറി ഇറങ്ങി പോകുന്നറിയോ? ശരീരം ഭയങ്കര വേദനയായിരിക്കും. അവയങ്ങളല്ലേ, ഇറച്ചിയല്ലേ. ചില ഞരമ്പന്മാരായിരിക്കും. പെണ്ണുങ്ങൾക്ക് എവിടെ തൊട്ടാലും വിഹാരം. നല്ല അത് വെറുതെ കേട്ടോ, അടിയും വെച്ച് തരും. ഒരിക്കലും തോണ്ടാൻ പാടില്ല. പെണ്ണുങ്ങളെ തോണ്ടുന്ന അവർക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ ചില പെണ്ണുങ്ങളും ഉണ്ടായിരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടേ, ഈ ഞരമ്പ് രോഗി നമ്മൾ അവിടെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ചില പെണ്ണുങ്ങളെ ട്രെൻഡാക്കിയിരിക്കുക. ഏതെങ്കിലും ഒരുത്തനും നമ്മളെ ദേഹത്ത് തൊട്ടു, ഈ പെണ്ണുങ്ങളെ ദേഹത്ത് തൊട്ടിട്ടുണ്ടെങ്കിൽ മിണ്ടായിരിക്കും. രണ്ടാമത് തൊട്ടു മിണ്ടായിരിക്കും, മൂന്നാമത് തൊട്ടു മിണ്ടായിരിക്കും. അപ്പോൾ ഇവള് മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യലാണ്. കാരണം ഇവക്ക് ലൈക്ക് മാച്ച് കൂട്ടണം. അപ്പം അവനായിരിക്കും എന്താ ലൈൻ ക്ലിയർ. അപ്പം അവിടെ ഇവിടെ കയറി പിടിക്കും. മസിലുള്ള ഭാഗത്ത് കയറി പിടിക്കാൻ തോന്നുമ്പോഴാണ് ഇവള് ഉടൻ തന്നെ അതെടുത്തിട്ട് ഇങ്ങനെ അടിക്കുന്ന രംഗം. ബസ്സിലൊക്കെ ഇങ്ങനെ അടിക്കുന്നത് നാണക്കേടല്ലേ? ആർക്കാ? ഇവക്ക് നാണക്കേടില്ല, അവക്ക് ലൈക്ക് വാങ്ങിച്ചു കൂട്ടണം. അതാണ്, അവർക്കൊക്കെ ലൈക്ക് വാങ്ങിച്ചു കൂട്ടണം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ ലൈംഗിക തൊഴിലാളി പെണ്ണുങ്ങളെ അവർക്ക് പല പല അസുഖമുണ്ടെന്നാണ് അവർ പറയുന്നത്. മെയിനായിട്ട് അവരുടെ കൂടെ രാത്രി കിടക്കുവാണെങ്കിൽ ടൈഫോയിഡ് പിടിക്കും. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ടൈഫോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോലി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈഫോയിഡ് ഉണ്ടാവില്ല. രാത്രിയാകുമ്പോൾ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ചെറിയൊരു പനി വരും. അപ്പോൾ ഒരു പാരസെറ്റമോളോ അനാസിനെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അത് മാറി. അതിങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്കും പിന്നെ തലച്ചോറിൽ പിടിക്കും. തലച്ചോറിൽ പിടിക്കുവാണെങ്കിൽ അവൻ തീർന്നു. എത്ര മലയാളിയെ ടൈഫോയിഡ് പിടിച്ച് ചത്തിട്ടുണ്ടെന്ന് അറിയോ? ഇന്ന് കൊച്ചു കേരളത്തിൽ കുറേ ആണുങ്ങൾ, കല്യാണം കഴിച്ച ആണുങ്ങൾ തിരിച്ചു വന്നിട്ടില്ല. കാരണം അവരൊക്കെ തട്ടിപ്പോയിട്ടുണ്ട്. ഈ വേശ്യാലത്ത് പോയിട്ട് ഒരു മരണപ്പെട്ട് പോയിട്ടുണ്ട്. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഞാനൊക്കെ രക്ഷപ്പെട്ടതെന്താണ്? അന്ന് ആ ഈ ലൈംഗിക തൊഴിലാളിയായ ചേച്ചിമാരെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. നമ്മളാ പിന്നെ അതിനൊന്നും കൂടുതൽ ശ്രമിച്ചിട്ടില്ല. കാരണം ഒരു വേശ്യാനെ തൊട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെല്ലാം അസുഖം ഉണ്ടെന്നറിയാം. എത്ര ആൾക്കാരെ അസുഖം എന്നറിയാം. എല്ലാ അസുഖക്കാരും അവിടെ ചെല്ലും. ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് ഒരു അസുഖക്കാരൻ അങ്ങോട്ട് പോകുന്നില്ല, എല്ലാവരും ചെക്ക് ചെയ്യും. പറഞ്ഞ പോലെ ഇവർക്ക് പിന്നെ മിൻസസ് എന്ന് പറഞ്ഞ സാധനമില്ല. കാരണം എപ്പോഴും ഗുളിക കഴിക്കലാണ്. ബ്ലീഡിങ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. കാരണം എപ്പോഴും ഗുളിക കഴിക്കല. അതിൻ്റെ ഒരു ദൂഷ്യവും കൂടിയുണ്ട്. അപ്പം അതൊക്കെ ഈ പോകുന്ന ആണുങ്ങൾ കയറി പിടിക്കും. അതാണ്. അപ്പോൾ ഇങ്ങനത്തെ തൊഴിലിന് പോകുന്നവർ സൂക്ഷിക്കുക. പോവുകയാണെങ്കിൽ തന്നെ അവരെ ഉദ്ധരിക്കരുത്. അവർ പാവപ്പെട്ട പെണ്ണുങ്ങളാണ്. മറ്റേതിനെ കിട്ടുവാണെങ്കിൽ കീച്ചിക്കോ. കാരണം അവർ കഴപ്പ് മൂത്ത് പോകുന്നവരാണ്. ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ടിട്ട് അവരെ കഴപ്പ് മൂക്കുന്നതാണ്. ഭർത്താവിനെ ഇഷ്ടപ്പെടില്ല, കാമുഖൻ സിന്താബ എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ്. അവർക്ക് അങ്ങനെ തന്നെ വേണം.